ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. അങ്ങനെ 2 മാസമല്ലേ ഇപ്പം നമ്മൾ പോയിട്ട് 2 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും മാംഗ്ലൂർ പോകാൻ പോവാണ് ഗൈസ്, കോളേജിലേക്ക്. ഇപ്പം ഞങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ആണ് ഉള്ളത്. ഞങ്ങളിന്ന് ഇൻറ്റേൺഷിപ്പിന് വന്നു രാവിലെ. എന്നിട്ട് ഇപ്പോൾ അവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, 12:30-ക്കാണ് ട്രെയിന്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് കുറച്ചധികം നേരത്തെ വന്നിരിക്കുകയാണ്. പക്ഷേ ചെറുതായിട്ടൊരു പണി കിട്ടിൻ്റെ ചാർജർ കേടുവന്നു. അതുകൊണ്ട് വ്ളോഗിന് എടുക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം ചാർജ് വേഗം ഇറങ്ങും വ്ളോഗ് എടുത്ത് തുടങ്ങിയാൽ. എൻ്റെ ചാർജറിൻ്റെ കേബിൾ ഇന്നലെ തൊട്ട് ചാർജ് കയറുന്നില്ല, കഷ്ടകാലം. അപ്പം ഇന്നലെ പോയി വാങ്ങാനുള്ള ടൈമും കിട്ടിയില്ല. അപ്പം ഇനി പോയി വന്നിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. നൂറമോളയിലുണ്ട് C2C, അവർ ധൈര്യത്തിലാണ് ഞാൻ പോണത്. പക്ഷെ നൂറമോളെ കിട്ടാൻ ഒരു 3 മണിയാവും. പിന്നെ ട്രെയിനിലൊക്കെ ചാർജ് കയറി അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഇനി സന കുറ്റിപ്പുറത്തുനിന്ന് കയറും, നൂറ കോഴിക്കോട് നിന്ന് കയറും. യെസ്, ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് 12:30 ആകുമ്പോൾ കയറി പോവും. ശരി, അപ്പം ഇനി എല്ലാവരും വന്നിട്ട് പറ്റുകയാണെങ്കിൽ കാണിക്കാം ചാർജിൻ്റെ അവസ്ഥ നോക്കിയിട്ട്. അല്ലെങ്കിൽ എല്ലാവരും കൂടി യെസ്, അല്ലെങ്കിൽ മംഗലാപുരം എത്തിയിട്ട് കാണാം. ഓക്കെ, ഞങ്ങൾ നേരെ പോകണ മിക്കവാറും മന്തിക്കടയ്ക്കാവും. ആസ് യൂഷ്വൽ ഞങ്ങൾ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ മൈക്ക് എടുക്കാൻ മറന്നു ഗൈസ്, സോറി. ഇപ്രാവശ്യം മറന്നു. ഞാൻ എടുക്കണം വിചാരിച്ചായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് അതിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായില്ല. എന്തായാലും ശരി, ബൈ ഗൈസ്. അപ്പോൾ പൊതിച്ചോറ് സെറ്റാണ്. നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് എല്ലാ വട്ടവും പൊതിച്ചോറ് കൊണ്ടുവരിക. പക്ഷെ കഴിക്കാനുള്ള ടൈം ആകുമ്പോൾ വാമങ്ങോട്ട് പോകും. ഒന്നാമത് ചൂട്, നല്ല ചൂടുണ്ട്. ചൂടത്ത് തിന്നാനേ പോലെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിരിക്കാനാണ് തോന്നണത്. പക്ഷെ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് തിന്നട്ടെ. ശരി, കാണാൻ നല്ല കളർഫുൾ. ഗൈസ്, മംഗലാപുരം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇടയിലൊന്നും എടുത്ത് ഞാൻ ചാർജ് കളഞ്ഞിട്ടില്ല ഫോണില്. ഞങ്ങൾ വീണ്ടും ഇതാ ഒരുമിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ ഫേവറേറ്റ് മന്തി കഴിക്കാൻ വേണ്ടി പോവാ. പക്ഷെ മഴ പെയ്തു. അപ്പം മന്തിക്കട ഇട്ടിട്ട് മന്തി കാണിച്ചതാ കേട്ടോ. ശരി, ഞങ്ങൾ ട്രെയിനിൽ മസ്തി കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ ബസ് സ്റ്റോപ്പ് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ ഇറക്കി. കോടുണ്ട്, ബാഗിൽ നിന്ന് എടുക്കണ്ടേ വെച്ചിട്ടാ. ഇന്ത്യയിലില്ല കേട്ടോ, നിങ്ങളിലൊക്കെ ഉണ്ടോ? എന്നാ ശരി, ഞങ്ങളെ മസ്തി കാണിച്ചുതരാ. പറയണ കേൾക്കാണ്ടോന്നാണ്. ഞങ്ങളെ ലഗേജൊക്കെ കൊണ്ടാണ് വന്നെണ്ണ കഴിച്ചത്. ഞങ്ങൾക്കിനി ഇന്ന് രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അതാണ് ഇവിടുത്തെ മെനു. നിങ്ങൾ വരുമ്പോൾ ഈ അൽഫാം മസ്ബി കഴിച്ചോ. ചിക്കനിൽ മാത്രമേ ഉള്ളൂ അല്ലേ മസ്ബി, മട്ടണിലൊന്നുമില്ല. മസ്ബി ഞാൻ നാളത്തെ പോലെ റൈസ് കയറാണ്ടിരുന്നാൽ മതി. പക്ഷെ എന്നാലും എൻ്റെ മസാലയാണ് സിഗ്നേച്ചർ സാധനം. ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് മതിയെ ചോറ് തിന്നാൻ. കൊതിയാവണം കഴിച്ച് വിശന്നിട്ട് വയ്യ. എക്സൈറ്റഡ്. സൂപ്പളി വന്നു. ഇത് മട്ടൺ സൂപ്പാണ്. ഇവിടെ ചാരി വെച്ചോ. മട്ടൺ സൂപ്പിൽ നിന്ന് ഗൈസ് നല്ല മഴ ഉണ്ട് കേട്ടോ. പുറത്ത് മഴ. മഴയത്ത് നമുക്ക് സൂപ്പിലേക്ക് കുടിച്ചോക്കാം. ഇല്ല, നിങ്ങൾ വരെ വെയിറ്റ് ചെയ്താ. കൈകൊണ്ടല്ല, സ്പൂണോണ്ടല്ല. മഴയത്ത് തണുത്ത് ഞങ്ങൾ നനഞ്ഞു കുറച്ച്. കോട്ട എടുക്കാനുള്ള മടിക്ക് കൊള്ളാം. കൈ കിട്ടില്ല, ഇപ്പൊ കൈ കിട്ടോ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കർട്ടൻ ഒഴിവാക്കിയിരുന്നത്. ഇവിടെ നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. കർട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ AC ഇതിലില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഭാഗ്യം കാരണം കർട്ടൻ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ കിടക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇന്നിപ്പോ കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈവസി കമ്മിയില്ല, കിടക്കണില്ല. ചൂടിട്ടുണ്ട്. അപ്പുറത്തെ ആരെങ്കിലും നീച്ചു വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാം. ശരി, മന്തി വന്നിട്ട് കാണിച്ചു. മന്തി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ട്, കാരണം ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ചേഞ്ച് ഉള്ള പോലെ തോന്നുന്നുണ്ട് എല്ലാ സംഭവങ്ങളും. റൈസ് വേറെയാ ഇല്ലേ? പ്രശ്നാവൂലോ. കൈ കുഴപ്പമില്ല ഗൈസ്, ഞങ്ങൾ ഇതൊന്നും തന്നെ തിന്നട്ടോ. നിന്നെ കാണിച്ചോ. 4 ഗൈസ്, ഞങ്ങൾ ഇതൊന്നും തന്നെ തിന്നോക്കട്ടെ. കാണാൻ എന്തൊക്കെയോ ഡിഫറൻസ് ഉള്ള പോലെ. പക്ഷേ ഈ മസാലയാണൊരു മസാല പഴയ മസാല തന്നെ. ഞങ്ങൾ 2 ചിക്കൻ മാറ്റി വെച്ചു. 2 ചിക്കൻ നമ്മൾ ഇവിടെ ഇട്ടു.
പുളി ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ അത് പൊളിക്കും. 100 നോക്കിയിട്ടുണ്ട് ഞങ്ങള് തിന്നുണ്ട്. ശന തിന്നുണ്ട്. ചിക്കൻ കഴിച്ച ഭാഗ്യം ശരി പോകുമ്പോൾ ഗൈസ് ഒരു ഭയങ്കര ഷോർട്ട് മംഗലാപുരം ട്രിപ്പ് ആയി പോയി ഇത്. ഞങ്ങളുടെ ഇന്നലെ രാത്രി എത്തി ഉച്ച കുഴിച്ചു പോകുന്നു. ഞങ്ങൾ വിചാരിച്ചത്തേക്കാൾ വേഗം. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു കഷ്ടകാലം എപ്പോഴും ഉള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്ന മാം ഇന്ന് ലീവായി. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു മാം ചെയ്തു തന്നു. അതുകൊണ്ട് 2:30 കഴിയേണ്ടത്. അതെ, അതുകൊണ്ട് 2:30 കഴിയേണ്ടത് ഞങ്ങൾക്ക് ഇന്ന് ബോണസ് ആയിട്ട് 11 മണിക്ക് കഴിഞ്ഞു. പക്ഷേ കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ മർഹബ് ഞങ്ങൾ ചതിച്ചു. മന്തി തിന്ന പണി കിട്ടി. ഞങ്ങൾ നല്ല ഹൈപ്പാക്കി പറഞ്ഞതൊക്കെ ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ്. പക്ഷെ യൂഷ്വലി അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ അതോടെ മൾബറി ആരാന്റെ സാധനമാണ് പൊട്ടിക്കരുത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കൊറേ ഉണ്ട് ഗൈസ്. അവരോട് ചോദിച്ചാലോ പൊട്ടിക്കട്ടെ എന്ന്. ഗൈസ് മൾബറി ഇതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടാൻ പറ്റും. ഇത് കഴുകണോ? തോന്നലില്ല. ചനക്കിട്ടിയ ചോന്നതാ. ഒരു പുഴുണ്ടോ അതില്? പുളിച്ചി അതോടെ അവിടെ ഫുള്ള് പഴുത്ത് കുട്ടപ്പം നിക്കണു. ഇവിടെ അതിൻ്റെ ഉള്ളില് പഴുത്തത് തിന്നാലും അറിയില്ലോ ടേസ്റ്റ് ഉണ്ടോന്നേ. വെള്ള സാധനം അല്ലെങ്കിലേ വയറിളക്കാണ് ഗൈസേ. ഞങ്ങൾക്ക് ഇന്നലെ വയറിളക്കം പിടിച്ചു. ഛർദിക്കും സന്ദീപണ്ണ ഗൈസ് ഞങ്ങൾ ഒന്ന് കാണിച്ചോ. പോരാ സന്ദീപണ്ണ. ഞങ്ങൾ പോവാ. ഞങ്ങക്ക് ട്രെയിൻ ഉണ്ട് വേഗം. ഗൈസ് സന്ദീപണ്ണനെ പിന്നെയും കണ്ടു അൺഎക്സ്പെക്ടഡ്ലി. ഞങ്ങൾ പോവാ. 1:55 ട്രെയിൻ ഉണ്ട്. സുഖല്ലേ? ആ ഇല്ല ഉണ്ടായിരുന്നു. ഇന്നലെ വന്നു. കടയിലോ? നെക്സ്റ്റ് ടൈം കാണാം. വരാൻ ടൈമില്ല കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ടോ വളവിലൊക്കെ? ഗൈസ് അപ്പൊ പറഞ്ഞു വന്നത് മന്തി കഴിച്ചിട്ട് രാത്രി എനിക്ക് ആദ്യം തുടങ്ങി. ഞാൻ വേഗം കിടന്നുറങ്ങി. എന്നിട്ടൊരു 12:20 ആയപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെ എനിക്ക് വയറ് എനിക്കാൻ തുടങ്ങി, ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പടപടേന്നൊരു 5 വട്ടം സെറ്റപ്പായി. ഒന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞില്ല. രാവിലെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു പ്രഹസനം കഴിഞ്ഞ് ഞാനൊന്ന് മയങ്ങിയപ്പോ സനയുടെ പ്രഹസനം കുറച്ച് അധികമായിട്ട് തുടങ്ങി. അവൾക്ക് ഛർദിയും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് എൻജോയ് ചെയ്തില്ല. ഞാൻ ലാസ്റ്റ് ആയപ്പോഴേക്ക് ഛർദിക്കാൻ വന്നു നല്ലോണം. എങ്ങനെയൊക്കെയോ ഞാൻ ഉറങ്ങി കിട്ടി. ഞാൻ 3:30 ഞാൻ ഉറങ്ങി. 3:45 സന എണീച്ചിട്ടുണ്ട്. അങ്ങനെ സനയ്ക്കും സീനായി. ഓള് രാവിലെ 6:45 ഉറങ്ങിക്കണേ. ഞാൻ 12:30 to ഒരു 3:45 വരെ ഞാൻ സഹിച്ചു. ബാക്കി സന സഹിച്ചു. എന്തായാലും പിന്നെ ഇവർക്ക് 100 പ്രശ്നങ്ങളൊന്നുമില്ല. ഭാഗ്യവശാൽ സപ്പൂനും വലിയ പ്രശ്നങ്ങളില്ല. അവൾക്ക് ഇപ്പൊ ഒരു സിംറ്റംസ് സ്റ്റാർട്ട് ആവണുണ്ട്. അതെ 100ക്ക് വന്ന പാടൊരു ബുദ്ധിമുട്ട്. ഞങ്ങളുടെ റൂം തട്ടോ റൂം വലിച്ചേരണം. ഹോളുണ്ട്. കറണ്ട് ഇല്ല. ശുഭം. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ തിരിച്ചു പോവാണ്. ഞങ്ങക്ക് രാവിലെ പണി കിട്ടുമെന്ന് വിചാരിച്ചു. കോളേജിൽ പോകാൻ പറ്റാണ്ട് കോളേജിൽ വേഗം നടന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ 1:55 ട്രെയിനിന് തിരിച്ചു പോകാൻ പോവാം. ഓക്കെ, ഫുഡ് കഴിക്കണം. ഇവിടെ കഴിക്കാൻ ടൈമില്ല. അപ്പം അവിടെ പോയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ പോവും. ട്രെയിനിൽ നിന്നാണ്. ബൈ. ചിലപ്പോൾ ഇത് എൻ്റെ ആവും ഗൈസ്. അപ്പോൾ ബൈ. ഇതാ ഗൈസ്, അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ഭയങ്കര റിച്ച് ആയിട്ട് ടിക്കറ്റ് ടൈമില്ല. നല്ല രസമുണ്ട്. എല്ലാം മഴ ഉണ്ട്. നല്ല രസമുണ്ട് കാണാന്. മറ്റേതാകുമ്പോ നമ്മള് മറ്റേ അടച്ചിരിക്കണം. ഇതിലൊന്നുമില്ല. കണ്ടോ അറിയില്ല. കേൾക്കാനും കണ്ടോ കുറച്ച് സൗണ്ട് കൂട്ടാം. അപ്പൊ ശരി കഴിച്ചു. ഞങ്ങൾക്ക് 24 മണിക്കൂർ 12 മണിക്കൂർ നമുക്ക് 12 മണിക്കൂർ കിട്ടിയിട്ടുണ്ടാവും ഒപ്പം അല്ലേ? 24 കിട്ടും. ട്രെയിനിലും കൂടെ കൂട്ടിയിട്ട് 24 കിട്ടും. ലൈവ് ഇടാൻ പറ്റിയില്ല.
പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വേഗാണ്ട് റീജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നമ്മുടെ പിരിയ. ഞങ്ങളിപ്പോ കേറിട്ടുള്ളൂ. ഇനി ഞങ്ങൾ അവിടെ എത്തണം. അതാ വർത്താനം പറഞ്ഞിരിക്കും. നല്ല രസമാണ് ഗൈസ്. ഈ പോണ റൂട്ട് ഈസ് വെരി നൈസ്. കുറെ ഏസിയും കൂടെ ആകുമ്പോ ഭംഗി കൂടും. നല്ല വ്യൂ ആ ഗൈസ്. ഇങ്ങനെ ഞങ്ങൾ ചൂടുന്നത് കഷ്ടപ്പെട്ട് തിരക്കി മറ്റേ ഇതിലും ചേർക്കാറിലൊക്കെയാണ് വന്നത് കഷ്ടപ്പെട്ടിട്ട്. തിരിച്ചു പോകുമ്പോ നല്ല മഴ, തിരിച്ചുള്ള മഴയത്ത് ഞങ്ങൾ ചപ്പിളി നല്ല നനഞ്ഞ് തണുത്ത് വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ല വ്യൂ കണ്ട് ഞങ്ങൾ പോട്ടെ. എല്ലാരും പറഞ്ഞിട്ട് സൗന്ദര്യം എല്ലാരും ഇത് നോക്കാണ്. നല്ല രസമുണ്ട് ലൈറ്റ് ഒക്കെ ആയിട്ട്. ഫോട്ടോ എടുക്കട്ടെ ഞാൻ. എന്നാ ശരി, അപ്പൊ ഞങ്ങൾ പോട്ടെ. ബൈ. നെക്സ്റ്റ് ടൈം ഒരുമിച്ച് ഞങ്ങൾ വരാം സൂൺ. ബൈ ഗായ്സ്.